തലവൻ മൂവിയുടെ ട്രെയിലർ റിയാക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നേരെ എന്നാൽ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ആള് സ്ട്രെയിറ്റാ. അവന്റെ പ്രായത്തിൽ നമ്മൾ തന്നെ പന്തീരാണ്ട് കൊള്ളിട്ടാലും ഇന്ന് ചേപ്പനന്തോട്ട കേസ് പറഞ്ഞൂടെ? സാറേ, എത്ര നാളായി സർവീസില്? സാർ ഓൾമോസ്റ്റ് 1.5 വർഷം. അതിനിടയ്ക്ക് എത്ര ട്രാൻസ്ഫർ? ഇത് 5ാമത്തെയാണ് സാർ. നമ്മൾ കണ്ടറിഞ്ഞങ്ങ് നിന്നാ മതി സാറേ. ലേശം മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. കൊലപാതകശ്രമമാട്ടോ സാറേ. എന്റെ കൈപ്പാങ്ങനെ കിട്ടിയാൽ ഞാൻ തീർക്കും സാർ. സാറേ, അവനെ കാർത്തിക് സാർ പറഞ്ഞു. പഠിച്ച കള്ളന്മാരാ സാറേ. ചോദിച്ചാൽ എനിക്ക് പറയേണ്ടി വരും. പറയരുത് സാർ. ആ കേസ് മാനിപ്പുലേറ്റഡ് ആണ്. കേസിന്റെ ഗ്രാവിറ്റി അറിയാത്ത കുറച്ചും കൂടെ മര്യാദ സംസാരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യടാ? നീ എന്ത് ചെയ്യടാ? രണ്ടു ഒരേ ഇനവാ ക്രിമിനൽസ്. പറ്റിപ്പോയതാ സാറേ, എനിക്കൊരു ജീവിതമില്ല സാർ. പോലീസിന് ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ബ്ലഡ് സ്റ്റെയിനോ ഫിംഗർ പ്രിന്റോ എന്തെങ്കിലും ഒന്ന് കിട്ടണം. ഫോറൻസിക്കാർ കൈമലർത്തിയില്ല. അഭ്യൂഹങ്ങളല്ല ജോഷി, എന്തിനും കൃത്യമായൊരു തീർപ്പുണ്ട്. പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ്. അതിന് ക്രിമിനൽസ് വേണ്ട. നീ നിന്റെ ആംഗിൾ ഉണ്ടാക്കി, ഞാൻ എന്റെ വഴി കണ്ടുപിടിച്ചോളാം. 10-15 വർഷമായില്ലേ യൂണിഫോം ഇടാൻ തുടങ്ങി. ഇടിച്ച് ഞാൻ പിഴിയും കഴിവും. ഒന്ന് വണ്ടി കയറും. ഞാനാണ് ഈ സ്റ്റേഷനിൽ SHO. ഇപ്പൊ ഇവിടുത്തെ SHO ഞാൻ. ഞങ്ങൾ ഇരട്ടപറ്റാന്ന് തോന്നുന്നു. അടിപൊളി ഒരു ട്രെയിലറായിരുന്നു. പോലീസുകാരുടെ ജീവിതം ആസ്പദമാക്കി ഒരു ക്രൈം നടക്കുന്നതിൻ്റെ ഒരു രീതിയിലും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു മൂവിയുടെ ഒരു ട്രെയിലറും കാര്യങ്ങളും നല്ല ആസ്പദമാക്കി നല്ല രീതിയിലാണ് കഥയും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോകുന്നത്. നമ്മുടെ ഇതിൻ്റെ ഡയറക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആസിഫ് അലിയെ വെച്ച് ഒരു സീരീസ് തന്നെ എടുത്ത് വെച്ചേ പോകുന്നുണ്ട്. സൺഡേ ഹോളിഡേയ്സ്, ഇന്നലെ വരെ, ബൈസിക്കിൾ ത്രീപ്സ്, പിന്നെ അതുപോലെ തന്നെ തലവൻ, ഇപ്പം വിജയ് സൂപ്പറും പൗർണമിയും, പിന്നെ സൺഡേ ഹോളിഡേയ്സ്, അങ്ങനെയുള്ള പിന്നെ മോഹൻകുമാർ ഫാൻസ്. അത് മാത്രമേ തോന്നുന്നു ആസിഫ് അലിയെ ഇല്ലാതെടുത്ത ഒരു പടം. ബാക്കിയെല്ലാം ആസിഫ് അലി വെച്ചെടുത്ത ഒരു ഇത് സീരിയസ് തന്നെയാണെന്ന് നമുക്ക് പറയാം കേട്ടോ. ഇതിലും മെയിൻ കഥാപാത്രമായിട്ട് നമ്മുടെ ആസിഫ് അലിയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പുള്ളിയുടെ മൂവിയും കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളൊരു കാര്യത്തിന് ഒരു ഉറപ്പ് തരുന്നു. അതിനി വിജയത്തിലോട്ടുള്ളതാണെങ്കിലും എങ്ങനെയായാലും നല്ല കണ്ടുകൊണ്ടിരിക്കാൻ നല്ല അടിപൊളി ഒരു ക്രൈം ത്രില്ലർ തന്നെ ആയിരിക്കും നമുക്ക് തരാൻ പോകുന്നത്. നല്ല സസ്പെൻസും കാര്യങ്ങളെല്ലാം ആയിട്ട്. കാര്യം ഇതുവരെയുള്ള പുള്ളിയുടെ മൂവിയും കാര്യങ്ങളും അങ്ങനെ ഫ്ലോപ്പല്ല, നല്ല ഹിറ്റോടും കാര്യങ്ങളോടും തന്നെയാണ് പോയിട്ടുള്ളത്. ചിലത് മാത്രം ഇച്ചിരി പുറകിലോട്ടായി പോയി എന്നുള്ളൊരു സത്യമാണ്. എന്നാലും ബാക്കിയുള്ള പടങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി ഫാമിലികൾക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൂവിയും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ മൂവിയുടെ ഒരു മെയിൻ തീമായിട്ട് വരുന്നത് പോലീസിൻ്റെ ജീവിതത്തിലും പോലീസിനകത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളും എല്ലാം ആസ്പദമാക്കിയാണ് പോകുന്നത്. അതിനിടെ തന്നെ ഒരു ക്രൈം നടക്കുന്നു. ക്രൈമിന് തെളിവോ കാര്യങ്ങളും ഇല്ല. അത് അന്വേഷിച്ച് രണ്ടും പേരുമായിട്ട് പോകുന്നു. ആസിഫ് അലിയുടെ കഥാപാത്രം എന്ന് വെച്ചാൽ എക്സ്ട്രാ ഡീസൻറ്റ് ഒരു രീതിയിൽ തന്നെയാണ്. കാര്യം ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥതയുള്ള ഒരാളുടെ രീതിയിലാണ്. അതുകൊണ്ടാണ് 5-6 സസ്പെൻഷനും കാര്യങ്ങളും കിട്ടിയിട്ടെന്ന് പറയുന്നത്. തെറ്റുകൾക്ക് കൂടെ നിൽക്കില്ല, ശരികളോട് മാത്രമേ നിൽക്കുന്ന ഒരാളായിട്ടാണ് അത് കാണിക്കുന്നത്. പോലീസുകാരതിനകത്ത് അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്, അലമ്പന്മാരായിട്ടുള്ള ആൾക്കാരുമുണ്ട്. എല്ലാവരുടെതിനകത്തും എങ്ങനെ ഉണ്ടല്ലോ. അതെല്ലാം നല്ല കൃത്യമായിട്ട് കാണിച്ചാണ് പോകുന്നത്. ഒരു പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ പോകണം, ആരെയൊക്കെ കാണുന്ന രീതിയിലും എല്ലാം കൂടെ ഉൾപ്പെടുത്തി കാണണം നമ്മുടെ മൂവി വന്നു. എന്തായാലും നല്ലൊരു മൂവിയും കാര്യങ്ങളായിരിക്കും. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന് തോന്നുന്നു നമുക്ക്. കാര്യം ട്രെയിലർ നല്ല സസ്പെൻസും കാര്യങ്ങളും എല്ലാം നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഇതാണ്. എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടാൻ പോകുന്നതിന് 100% ഉറപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മാസം തന്നെയാണ് റിലീസും കാര്യങ്ങളും എല്ലാം വരുന്നത്. എന്തായാലും എൻ്റെ ചാനലിൻ്റെയും എൻ്റെയും വക ഒരു വിജയാശംസ നേർന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആവുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം ബൈ.
കാണാം.